ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് വ്യൂവേഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന ടോപ്പിക്കിലെ 7ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പാർഷ്യൽ സ്റ്റാൻഡിംഗ് വേവ്സിനെ കുറിച്ചും അതുപോലെ തന്നെ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അഥവാ VSWRനെ കുറിച്ചുമാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റാൻഡിംഗ് വേവ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. കംപ്ലീറ്റ് സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഓപ്പൺ സർക്യൂട്ടഡ് കേസിലും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടഡ് കേസിലുമാണ് കംപ്ലീറ്റ് സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നത്. എന്നാൽ മാച്ച്ഡ് കണ്ടീഷനിൽ നമുക്ക് സ്റ്റാൻഡിംഗ് വേവ്സ് പാറ്റേൺ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കണ്ടിരുന്നു. മാച്ച്ഡ് കണ്ടീഷൻ ആകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും ലോഡ് ഇമ്പിഡൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷനെയാണ് മാച്ച്ഡ് കണ്ടീഷൻ എന്ന് പറയുക. എന്നാൽ ഈ 3 സിറ്റുവേഷൻ അല്ലാതെ ഒരു മിസ്മാച്ച് ഉണ്ടാകുകയാണെങ്കിൽ, ലോഡ് ഇമ്പിഡൻസ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസുമായിട്ട് മിസ്മാച്ച് ഉണ്ടാകുകയാണെങ്കിൽ അപ്പോഴാണ് പാർഷ്യൽ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് പാർഷ്യൽ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ മാക്സിമ മിനിമ പൊസിഷൻസ് എവിടെയൊക്കെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വോൾട്ടേജ് അറ്റ് എനി ഡിസ്റ്റൻസ് L = B + e⁻⁴ + V - e⁻⁴ ഇത് കാണിക്കുന്ന ഒരു ഫോർവേഡ് ട്രാവലിംഗ് വേവ് അഥവാ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് പോകുന്ന വേവിൻ്റെ ഇക്വേഷനാണ് എങ്കിൽ ഇത് നെഗറ്റീവ് ട്രാവലിംഗ് വേവ് അഥവാ ലോഡിൽ നിന്നും സോഴ്സിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിൻ്റെ ഇക്വേഷനാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടാണ് വോൾട്ടേജിനെ നമ്മൾ കണക്കാക്കുക. ഒരു ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആകുമ്പോൾ ഗാമയുടെ വാല്യൂ നമുക്ക് J⁻β എന്ന് എഴുതാം. ആൽഫ 0 ആണ്, അതായത് അറ്റനുവേഷൻ കോൺസ്റ്റൻറ്റ് 0 ആണെന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഗാമ = J⁻β എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഫോം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ V + e⁻⁴J⁻βl + V - e⁻⁴ എന്നാണ്. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനെ തന്നെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ V + e⁻⁴J⁻βl കോമൺ ഫാക്ടറായിട്ട് എടുത്താൽ പിന്നീടുള്ളത് 1 + V - e⁻⁴J⁻βl ഡിവൈഡഡ് ബൈ V + e⁻⁴J⁻βl എന്ന് എഴുതാം. ഇതിൽ ഈ V - e⁻⁴J⁻βl എന്ന് പറയുന്നത് നെഗറ്റീവ് വേവിൻ്റെയും അതുപോലെ തന്നെ താഴെ ഡിനോമിനേറ്ററിലുള്ളത് പോസിറ്റീവ് ഫോർവേഡ് ട്രാവലിംഗ് വേവിൻ്റെയുമാണ്. ഇതിൻ്റെ റേഷ്യോയ്ക്ക് നമ്മൾ വിളിക്കുന്നത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് γL എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ γLനെ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാമെങ്കിൽ ഈ വോൾട്ടേജിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. V + e⁻⁴J⁻βl × 1 + γL എന്ന് എഴുതാം. ഇനി ഈ γLനെ തന്നെ നമുക്ക് γLൻ്റെ ഇക്വേഷൻ അനുസരിച്ച് V - V+ ആണ് × e⁻²J⁻βl എന്ന് എഴുതാം. ഈ V - V+നെ നമ്മൾ വിളിക്കുക റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് അറ്റ് ലോഡ് എൻഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ γLനെ നമുക്ക് വേണമെങ്കിൽ γL e⁻²J⁻βl എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ ഗാമ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് അറ്റ് ലോഡ് എൻഡ് ആണ്. റിഫ്ലക്ഷനോടനുബന്ധിച്ച് അവിടെ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവും. ആ ഫേസ് ചേഞ്ച് കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പാർട്ട് ഇൻറ്റു അതിൻ്റെ ഫേസ് പാർട്ട് എന്നായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിൻ്റെ ഫേസ് പാർട്ട് നമ്മൾ e⁻⁴J⁵l എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ⁵l എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് റിഫ്ലക്ഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ വോൾട്ടേജിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ VL = V + e⁻⁴J⁻βl × 1 ഇവിടെ നമുക്ക് γL e⁻⁴J⁵l e⁻⁻²J⁻βl എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇതിനെ V + e⁻⁴J⁻βl × 1 + γL e⁻⁴J⁵l - 2βl എന്ന് എഴുതാം. ഈ ഒരു വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ ഇതൊരു വേവ് ഇക്വേഷൻ ആണെന്ന് കാണാം. ഇതിൻ്റെ വേവിൻ്റെ സൈനസോയിഡലായിട്ട് വേരി ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനാണോ അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷനാണെന്ന് പറയാം. ഈ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് എഴുതാവുന്നത് ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് വരുന്നത് V+, പിന്നെ ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ഈ ഒരു ഫംഗ്ഷനും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പാർട്ടാവുന്നത്. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകുന്നത് V+ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഫോർവേഡ് ട്രാവലിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതോടൊപ്പം തന്നെ ഇവിടെ γL എന്ന് പറയുന്ന റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതൊരു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സെറ്റപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് പ്രധാനമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് വരുന്ന ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ നോക്കിയാൽ ⁵l എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ദ റിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ ലോഡ് എൻഡിൽ ഉണ്ടാകുന്ന ഫേസ് ചേഞ്ച് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. പിന്നെ വരുന്ന ബീറ്റ എന്ന് പറയുന്നത് 2π/λ ഒരു വേവ് ലെങ്ത്തിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് ലെങ്ത് ആണ്. ലെങ്ത് മാറുന്ന അനുസരിച്ച് ഈ ആംപ്ലിറ്റ്യൂഡ് മാറുന്നു എന്നുള്ളതാണ് ഈ ഇക്വേഷൻ്റെ
ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനെ നമുക്കൊരു കൊസൈൻ ഫംഗ്ഷനായിട്ട് കാണാം. കാരണം e⁻⁴ എന്ന് പറയുന്നത് ഇതിനെ ഒരു സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഒരു കോസ് ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ കോസ് ഓഫ് തീറ്റ എന്ന് വിളിക്കാം. ഈ തീറ്റ എന്ന് പറയുന്നത് ഈ φl - 2βl എന്ന് പറയാം. അപ്പോൾ ഈ കോസ് ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച്, കോസ് ഫംഗ്ഷൻ മാറുന്ന പ്രധാനമായിട്ട് ലെങ്തിനനുസരിച്ചാണ്. ലെങ്തിനനുസരിച്ച് ഈ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ മാറും. ഈ ആംഗിൾ മാറുന്നതനുസരിച്ച് ഈ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന γl അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റും വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ഈ ഒരു 1+ കഴിഞ്ഞ് വരുന്ന ഈ ഫംഗ്ഷന് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് +1 ആയിരിക്കും. +1 കോസ് തീറ്റയുടെ വാല്യൂ +1 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 × γl ആയിരിക്കും ഇവിടെ വരാവുന്ന മാക്സിമം വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ വരുന്ന v+ × 1+ മോഡുലസ് γl ആയിരിക്കും, അല്ലെങ്കിൽ +γl ആയിരിക്കും. അതുപോലെ തന്നെ ഈ കോസ് ഫംഗ്ഷന് കിട്ടാവുന്ന മിനിമം വാല്യൂ -1 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ 1 - γl ആയിരിക്കും. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുന്നത് ഈ L വാല്യൂ മാറുന്നതനുസരിച്ച് ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ആംഗിൾ മാറുന്നതനുസരിച്ച് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് v+ × 1+ γl തൊട്ട് മാക്സിമം തൊട്ട് അതുപോലെ തന്നെ മിനിമമായ v+ × 1 - γl വരെ വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതുപോലെ ഒരു കോസ് ഫംഗ്ഷനായിട്ട് നമുക്കതിനെ അസ്യൂം ചെയ്താൽ ഈ ഒരു കോസ് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കൊരു സൈക്ലിക്കായിട്ട് പീരിയോഡിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിനെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് പാർട്ടിൻ്റെ ഈ v+ നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ളതിൻ്റെ ഭാഗം മാത്രം നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 1 ആണ്. അതിനെ നമുക്കൊരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുക, ഒരു വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം ഇത് വെക്ടർ അഡീഷൻ മെത്തേഡ് പോലെയാണ് നമ്മളിത് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇത് ഒരു 1 എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. അത് സെൻറ്റർ വരെ വരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു സർക്കിളിൽ നമ്മൾ ഈ γl വേരിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിൻ്റ് തൊട്ട് ഒറിജിൻ തൊട്ട് ഈ പോയിൻ്റ് വരെയുള്ള ദൂരം ഇതിനെ നമുക്ക് യൂണിറ്റ് 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ടേമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് γl വാല്യൂ ആണ്. γl × ഈ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സൈക്ലിക് പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് മാക്സിമത്തിലേക്കും മിനിമത്തിലേക്കും വരുന്നതായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് γl എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. മോഡുലസ് ഓഫ് γl ആണെങ്കിൽ ഈ ഒരു ആംഗിളിനനുസരിച്ച് ഇതാണ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ. ഈ തീറ്റയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം. φl - 2βl നമ്മൾ തീറ്റ എന്ന് വിളിക്കുക. തീറ്റയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് γl വാല്യൂ മാക്സിമത്തിലേക്കും മിനിമത്തിലേക്കും ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഫിഗറിൽ γl ലെങ്ത്ത് 1 ചെറിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ γl ഡെഫിനിഷൻ അനുസരിച്ച് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് അറ്റ് ലോഡ് എൻഡ് ആണ്. അത് v - v+ ആണ്. സാധാരണ മിസ്മാച്ച് കണ്ടീഷൻസിലെല്ലാം റിഫ്ലക്റ്റഡ് ട്രാവലിംഗ് വേവിൻ്റെ എമൗണ്ട് ഫോർവേഡ് ട്രാവലിംഗ് വേവിനേക്കാൾ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് γl എപ്പോഴും 1 ചെറിയ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 1 ചെറിയ ഒരു ലെങ്ത്തിൽ γl കാണിച്ചിരിക്കുന്നത്. ഇനി സാധാരണ ഈ മിസ്മാച്ച് കൂടുന്നതനുസരിച്ച്, അതായത് പെർഫെക്റ്റ് മിസ്മാച്ച് ആകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പൺ സർക്യൂട്ടഡോ ഷോർട്ട് സർക്യൂട്ടഡോ ആകുമ്പോൾ γl ലെങ്ത്ത് കൂടി വരുന്നതായിട്ട് കാണാം. കൂടി വന്നാൽ തന്നെ അത് മാക്സിമം 1 വരെ ആയിരിക്കും എത്തിച്ചേരുക. ഈ പോയിൻറ്റിനെ നമുക്ക് ലോഡ് എൻഡ് എന്ന് വിളിക്കാം. ലോഡ് എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ L = 0 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ തീറ്റ നമുക്കിങ്ങനെ എഴുതാം. φl - 2βl ആണ്. L 0 ആയതുകൊണ്ട് തന്നെ ഈ φl ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ φl ആയിരിക്കും. അപ്പോൾ ഇവിടെ γl ഓറിയൻറ്റേഷൻ ഇതായിരിക്കും. അപ്പോൾ ടോട്ടൽ വെക്ടർ നമുക്കിങ്ങനെ എഴുതാം. അതായത് ഈ 1+ γl × ഈ ഫാക്ടറിനെ നമുക്ക് ഇങ്ങനെ ഒരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇവിടുത്തെ 1+ γl × e⁻⁴ - 2βl എന്ന് പറയുന്ന വെക്ടർ. ഇനി നമുക്കറിയാവുന്ന പോലെ നമ്മൾ ലോഡ് എൻഡിൽ നിന്നും, ഇത് ലോഡ് എൻഡാണ്, ലോഡ് എൻഡിൽ നിന്നും നമ്മൾ സോഴ്സിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂടുകയാണ്. ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് നമുക്കറിയാവുന്ന പോലെ തീറ്റയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. കാരണം φl - 2βl ആണ്. അപ്പോൾ തീറ്റ വാല്യൂ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഡ് എൻഡിൽ നിന്നും സോഴ്സിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അവിടെ ലെങ്ത്തിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ തീറ്റയുടെ വാല്യൂ കുറഞ്ഞു വരികയും തീറ്റയുടെ വാല്യൂ എപ്പോഴാണോ ഈ ഒരു പോയിൻ്റ് എത്തുന്നത് അല്ലെങ്കിൽ 0 എത്തുന്നത്, തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെത്തുകയും അപ്പോൾ γl ഓറിയൻറ്റേഷൻ ഇങ്ങോട്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടൻ്റ് വെക്ടറിന് മാക്സിമം ലെങ്ത് കിട്ടുന്നു. അതായത് റിസൾട്ടൻ്റ് വോൾട്ടേജ് മാക്സിമം ആകുന്നത് ഈ ഒരു തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് എന്ന് കാണാം.
ഇനി വീണ്ടും നമ്മൾ ഒരു ഫുൾ റൊട്ടേഷൻ കഴിയുമ്പോൾ, അതായത് 2π റൊട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എയിൽ എത്തിച്ചേരും. അതായത് ലെങ്ത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെങ്ത് ആകുമ്പോൾ നമുക്ക് വീണ്ടും മാക്സിമം എത്തിച്ചേരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ പൊസിഷൻ എപ്പോഴൊക്കെ എയിൽ എത്തിച്ചേരുന്നു അപ്പോഴൊക്കെ വോൾട്ടേജ് മാക്സിമം ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വോൾട്ടേജ് മാക്സിമം ഉണ്ടാകുന്ന തീറ്റ വാല്യൂസ്, ഒന്നാമത് നമ്മൾ തീറ്റയുടെ വാല്യൂ 0 എത്തുമ്പോൾ മാക്സിമം ആയി, വീണ്ടും നമ്മൾ ഒരു 2π റൊട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മാക്സിമം എത്തും, വീണ്ടും ഒരു 2π അഥവാ 4π ടോട്ടൽ റൊട്ടേഷൻ കഴിയുമ്പോൾ വീണ്ടും മാക്സിമം എത്തും. അങ്ങനെ എപ്പോഴൊക്കെ ഈ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ എത്തുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് എയിൽ എത്തിച്ചേരുന്നു അഥവാ വോൾട്ടേജ് മാക്സിമം എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മിനിമയുടെ പൊസിഷൻസ് നോക്കിയാൽ, ഈ ലോഡ് എൻഡിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നതനുസരിച്ച് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിളിക്കുക. ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ഗാമ എല്ലിൻ്റെ ഓറിയൻറ്റേഷൻ ലെഫ്റ്റിലേക്കായിരിക്കും, അതായത് മൈനസ് ഗാമ എൽ ആയിരിക്കും ഇവിടെ നമ്മൾ കാണുക. ഈ മൈനസ് ഗാമ എൽ എത്തിച്ചേരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്ന 1 - ഗാമ എൽ ആവും, അഥവാ മിനിമം വോൾട്ടേജ് ആവും. അപ്പോൾ ബി എന്ന് പറയുന്ന പൊസിഷൻ എത്തുമ്പോഴാണ് നമുക്ക് മിനിമം വോൾട്ടേജ് ആകുന്നത്. മിനിമം വോൾട്ടേജ് ആകാനുള്ള ആംഗിൾ നമുക്കറിയാവുന്ന പോലെ പൈ റൊട്ടേഷൻ വരുമ്പോഴാണ് നമുക്ക് മിനിമം വോൾട്ടേജ് ആകുന്നത്. വീണ്ടും ഒരു തവണ കൂടെ കറങ്ങി ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ് 2π റൊട്ടേഷൻ കൂടെ കഴിഞ്ഞ് വരുമ്പോൾ, അഥവാ ടോട്ടലി തീറ്റയുടെ വാല്യൂ ആദ്യം നമുക്ക് കാണുന്ന പൈയിലാണ്, 2π റൊട്ടേഷൻ കൂടെ കഴിഞ്ഞ് അഥവാ 3π റൊട്ടേഷൻ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് അടുത്ത മിനിമ കാണുക. വീണ്ടും ഒരു ഫുൾ റൊട്ടേഷൻ കൂടെ കഴിഞ്ഞ് അഥവാ 5π റൊട്ടേഷൻ എത്തുമ്പോൾ വീണ്ടും മിനിമ കാണും. അപ്പോൾ എപ്പോഴൊക്കെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുന്നു അപ്പോഴൊക്കെ നമുക്ക് മിനിമ ഇവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. വോൾട്ടേജ് മാക്സിമ ആൻഡ് മിനിമ പൊസിഷൻസ് നമുക്ക് ഇവിടെ ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ലോഡ് ആൻഡ് L = 0 വാല്യൂ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിവിടെ നോഡോ ആൻറ്റി നോഡോ ഒന്നും ആയിരിക്കണമെന്നില്ല. L ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, സോഴ്സിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു പർട്ടിക്കുലർ ആംഗിൾ കവർ ചെയ്യുമ്പോൾ, തീറ്റ ആംഗിൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എത്തും. അതായത് ഇവിടെയാണ് എ എന്ന് പറയുന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മാക്സിമം നമ്മൾ ഒബ്സർവ് ചെയ്യും, വോൾട്ടേജ് മാക്സിമ. അതിനുശേഷം നമ്മൾ വീണ്ടും ലോഡ് എൻഡിൽ വീണ്ടും നമ്മൾ സോഴ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അടുത്തത് ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തും, വീണ്ടും നമുക്ക് എയിലെത്തും, ഇങ്ങനെ ബിയിലെത്തും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് മാക്സിമ മിനിമ പൊസിഷനിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് മിനിമകൾ തമ്മിലുള്ള ഇൻ്റർവെല്ലും അതുപോലെ തന്നെ രണ്ട് മാക്സിമകൾ തമ്മിലുള്ള ഇൻ്റർവെല്ലുകളും എപ്പോഴും λ/2 ഇൻ്റർവെൽ ആയിരിക്കും. മാക്സിമ കാണുന്നത് തീറ്റയുടെ വാല്യൂ പൈ ആകുമ്പോൾ, അതുപോലെ 2π ആകുമ്പോൾ, അതുപോലെ 4π ആകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുക. അഥവാ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലാണെന്ന് പറയാം. അഥവാ 2 and π where n = 0, 1, 2, 3 etc. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അഥവാ നമുക്കിങ്ങനെ എഴുതാം, φl - 2βl = 2nπ in general where n is equal to 0, 1, 2, 3 etc. ഇങ്ങനെ എഴുതാം. ഇവിടെ ലെങ്ത്തിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് ടൈം ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2βl എന്നുള്ളത് 2nπ + φl എന്ന് എഴുതാം. എല്ലിൻ്റെ വാല്യൂ കാണാൻ 2nπ + φl / 2β കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബീറ്റയ്ക്ക് പകരം 2π/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏതൊക്കെ എൽ വാല്യൂസിലാണ് നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്യുന്നത് കിട്ടും. എൽ വാല്യൂസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് φl × λ/4πയിലാണ് ഫസ്റ്റ് മാക്സിമം ഒബ്സർവ് ചെയ്യുക. പിന്നീട് വരുന്നത് φl × λ/4π + λ/2ലാണ് അടുത്ത മാക്സിമ വീണ്ടും എയിൽ എത്തിച്ചേരുക. അടുത്ത മാക്സിമം നമ്മൾ കാണുന്നത് φl × λ/4π + λയിലാണ് അടുത്ത മാക്സിമം കാണുക, വീണ്ടും എയിൽ എത്തിച്ചേരുക. അപ്പോൾ ഈ ഓരോ വാല്യൂസ് നമ്മൾ എന്നിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എൽ വാല്യൂസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മാക്സിമം ഒബ്സർവ് ചെയ്യുന്ന പൊസിഷൻ ഇതാണ്, പിന്നീടുള്ള മാക്സിമം ഒബ്സർവ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പല ലാംഡ, അല്ലെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് 3λ/2, ഇങ്ങനെ പല പൊസിഷൻസിൽ നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫസ്റ്റ് മാക്സിമം ഒബ്സർവ് ചെയ്യുന്ന പൊസിഷൻ നമുക്ക് ഇതായിരിക്കും, ഈ ഒരു ലെങ്ത്തിലായിരിക്കും ഫസ്റ്റ് മാക്സിമ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. ഫസ്റ്റ് മാക്സിമയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എഴുതാൻ പറ്റും, വി മാക്സ് എന്ന് വിളിക്കാം. വി മാക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന പോലെ v + e + jβl × 1 + γl ആയിരിക്കും അവിടുത്തെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയാം, മാക്സിമം വോൾട്ടേജ് എന്ന് പറയാം. കാരണം ഇവിടെ നമുക്ക് +γl എത്തുമ്പോഴാണ് മാക്സിമം വോൾട്ടേജ് കാണുന്നത്. മിനിമം പൊസിഷൻസ് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, തീറ്റയുടെ വാല്യൂ വരുന്നത് പ്രധാനമായിട്ടും പൈ, പിന്നീട് ഒരു 2π റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 3π, വീണ്ടും ഒരു റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 5π, ഇങ്ങനെയാണ് വരിക. അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, 2n + 1
പൈയിലായിരിക്കും, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലായിരിക്കും കാണുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് 5L മൈനസ് 2βLലെ ഈ ലെങ്ത്തിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നമുക്കവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ കൊടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് വാല്യൂസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെങ്ത് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വരുന്നത് 5L ഇൻറ്റു λ/4π പ്ലസ് λ/4ലാണ് ഫസ്റ്റ് മിനിമ കാണുക. പിന്നീട് വരുന്നത് 5L ഇൻറ്റു λ/4π പ്ലസ് 3λ/4ലാണ് അടുത്തത് വരിക. അടുത്ത ടേം വരുന്നത് ഈ ഒരു 5L ഇൻറ്റു λ/4π പ്ലസ് 5λ/4ലാണ് അടുത്ത മിനിമ വരിക. അപ്പോൾ ഇങ്ങനെയാണ് മിനിമയുടെ പൊസിഷൻസ് മാറുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതാണ് ഫസ്റ്റ് മിനിമ പൊസിഷൻ എന്ന് കാണാം. ഫസ്റ്റ് മിനിമയും സെക്കൻഡ് മിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വീണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ λ/2 ആണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, വി മിൻ ഈസ് ഈക്വൽ ടു വി പ്ലസ് ഇ റൈസ് ടു പ്ലസ് ജെ ബീറ്റ എൽ ഇൻറ്റു 1 മൈനസ് ഗാമ എൽ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് മിനിമം വോൾട്ടേജ് എന്ന് നമുക്ക് കിട്ടും. ഇനി എവിടെയൊക്കെയാണ് കറണ്ട് മാക്സിമ കറണ്ട് മിനിമ കിട്ടുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വോൾട്ടേജ് മാക്സിമയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിലാണ് കറണ്ട് മിനിമ കാണുക. അതുപോലെ തന്നെ വോൾട്ടേജ് മിനിമയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിലായിരിക്കും കറണ്ട് മാക്സിമ കാണുക. സക്സസീവ് മാക്സിമകൾ തമ്മിലുള്ള ഇൻ്റർവെൽ എപ്പോഴും λ/2 ആയിരിക്കും. അത് വോൾട്ടേജ് മാക്സിമ ആണെങ്കിലും അതുപോലെ തന്നെ കറണ്ട് മാക്സിമ ആണെങ്കിലും അതുപോലെ മിനിമകൾ തമ്മിലുള്ള ഇൻ്റർവെലും λ/2 ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അഥവാ VSWR ആണ്. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അഥവാ VSWRനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എസ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് വോൾട്ടേജ് മാക്സിമത്തിൻ്റെയും വോൾട്ടേജ് മിനിമത്തിൻ്റെയും റേഷ്യോയ്ക്കാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുക. വി പ്ലസ് ഇ റൈസ് ടു പ്ലസ് ജെ ബീറ്റ എൽ ഇൻറ്റു 1 പ്ലസ് ഗാമ എൽ, ഇതാണ് മാക്സിമ വോൾട്ടേജ് മാക്സിമ. വി പ്ലസ് ഇ റൈസ് ടു ജെ ബീറ്റ എൽ ഇൻറ്റു 1 മൈനസ് ഗാമ എല്ലിനെയാണ് നമ്മൾ മിനിമ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ കിട്ടുന്നത് എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഗാമ എൽ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ എൽ. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് വിളിക്കുക, വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് വിളിക്കുക. ഈ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ പ്രധാനമായിട്ടും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈൻ സിസ്റ്റം എത്രമാത്രം മാച്ച്ഡ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്, ഏറ്റവും എളുപ്പമുള്ള ഒരു നമ്പറാണ് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പെർഫെക്റ്റ് മിസ്മാച്ച് എന്ന കേസിൽ എന്തായിരിക്കും നോക്കാം. പെർഫെക്റ്റ് മിസ്മാച്ച് ഉണ്ടാകുന്നത് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് കേസിലും അതുപോലെ രണ്ടാമത്തത് ഓപ്പൺ സർക്യൂട്ട് കേസിലുമാണ്. ഈ രണ്ട് കേസിലും നമുക്കറിയാവുന്ന പോലെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 1 ആയിരിക്കും. കാരണം അങ്ങോട്ട് പോകുന്ന സോഴ്സിൽ നിന്നും ലോഡിലേക്ക് പോകുന്ന കംപ്ലീറ്റ് വേവും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഗാമ എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 അഥവാ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോയുടെ വാല്യൂ ഒരു പെർഫെക്റ്റ് മിസ്മാച്ച് ആണെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസായിട്ട് കേസ് 2ൽ നമ്മൾ പെർഫെക്റ്റ് മാച്ച്ഡ് ആണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും ലോഡ് ഇമ്പിഡൻസും ഈക്വൽ ആകുമ്പോൾ നമുക്കറിയാം ഗാമ എല്ലിൻ്റെ വാല്യൂ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം കംപ്ലീറ്റ് പവറും സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പോകുന്ന കംപ്ലീറ്റ് പവറും അവിടെ ലോഡിൽ അബ്സോർബ് ചെയ്യുകയും തിരിച്ച് ഒരു പോർഷൻ പോലും റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോയുടെ വാല്യൂ വരുന്നത് 1 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 അഥവാ 1 ആയിരിക്കും. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച്ഡ് കണ്ടീഷനിൽ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ 1 ആയിരിക്കും. പെർഫെക്റ്റ് മിസ്മാച്ച് ആയിരിക്കുമ്പോൾ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ഇൻഫിനിറ്റി ആയിരിക്കും. അഥവാ ബാക്കിയുള്ള എല്ലാ കേസുകളിലും ഈ കേസ് അല്ലാതെ മിസ്മാച്ച് ആണെങ്കിൽ അവിടെ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോയുടെ വാല്യൂ 1നും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കായിരിക്കുമെന്ന് കാണാം. അപ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കണ്ടീഷൻ മാച്ച്ഡ് കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ 1നോട് അടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആവറേജ് പവറാണ്. സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കൂടിയിരുന്നാൽ പവർ ട്രാൻസ്മിഷൻ കുറവായിരിക്കും. സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ 1നോട് അടുത്ത് വരുന്തോറും പവർ ട്രാൻസ്മിഷൻ കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു.